മലയാളം സിനിമ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നായികക്കലായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ. ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ എമ്പുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ മോഹൻലാൽ എമ്പുരാന്റെ ഗുജറാത്തിലെ ചിത്രീകരണത്തെ കുറിച്ചുള്ള അപ്ഡേറ്റും ശ്രദ്ധ ആകർഷിക്കുകയാണ്. മഴ കുറഞ്ഞതിനാൽ ഗുജറാത്തിലെ ചിത്രീകരണമാണ് തുടങ്ങിയിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അബുദാബിയിൽ ആലോചിച്ചിരുന്ന ഷെഡ്യൂൾ നേരത്തെ മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ പിന്നീടത്തേക്ക് മാറ്റിയിരുന്നു. ബമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാൻ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും കാണുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളടക്കം എമ്പുരാൻ സിനിമ ചിത്രീകരിക്കുക എന്നാണ് റിപ്പോർട്ട്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകൻ എന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജതിൻ രാംദാസ്, ടൊവിനോ തോമസ് തുടങ്ങിയവരും ഉണ്ടാകും. പ്രധാന കഥാപാത്രങ്ങളായും ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യമുണ്ടാകും. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ്. മലയാളത്തിന് പുറമെ വമ്പൻ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.